Audio Jungle. നമസ്കാരം. VBC പ്രാദേശിക വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ജില്ലയിൽ ഇനി കൗമാര തിരയിളക്കം. 27ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. കർഷകരും നാട്ടുകാരൊന്നാകിയും നെഞ്ചിലേറ്റിയ തൊടുപുഴ കാർഷിക മേളയ്ക്ക് സമാപനം. കർഷകർ അടക്കമുള്ള സദസ്സിനെ സാക്ഷിയാക്കി പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീനിവാസൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. ചെറകണ്ടം അണ്ണായിക്കണ്ടം കോളനി നിവാസികൾക്ക് കുടിവെള്ളം കിട്ടാതായിട്ട് 8 മാസം. വാട്ടർ അതോറിറ്റിയുടെ നിസ്സംഗതയ്ക്കെതിരെ നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. തൊടുപുഴ വിജ്ഞാനമാത ഇടവകയിലെ പിതൃവേദിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദമ്പതികളെ ആദരിച്ചു. സമ്മേളനം ആദിലാബാദ് രൂപത ബിഷപ്പ് മാർ ജോസഫ് കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. നിർധന രോഗികൾക്ക് ചികിത്സാ തുക വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇളന്തേശം യുവവേദി കലാകായിക സാംസ്കാരിക കേന്ദ്രം നേതൃത്വത്തിൽ വടംവലി മത്സരം സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. ജില്ലയിൽ ഇനി കൗമാര തിരയിളക്കം. 27ാമത് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി. മത്സരങ്ങൾക്ക് മുന്നോടിയായി വിളംബര ഘോഷയാത്ര നടത്തി. തൊടുപുഴ ഡിവൈഎസ്പി സാബു മാത്യു ഫ്ളാഗ് ഓഫ് ചെയ്തു. ഉയരട്ടെ നാടെന്ന് കീർത്തികെട്ട കേരളത്തിലെ വശ്യമനോഹരിയായ ഇടുക്കി ജില്ലയിൽ തിരുവിതാംകുഴയായി രൂപം കൊണ്ടപ്പോൾ മധ്യ തിരുവിതാംകൂറുകാർ അതിനെ തൊടുപുഴ എന്ന് വിളിച്ചു. 27ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിന് ആതിഥ്യമരുളാൻ ഭാഗ്യം ലഭിച്ചത് ഈ തൊടുപുഴയെ തൊട്ടുരുമിക്കിടക്കുന്ന മുതലക്കോടം എന്ന പുണ്യസ്ഥലത്തിനാണല്ലോ. 2015 ജനുവരി 5, 6, 27ാമത് ഇടുക്കി റവന്യൂ ജില്ലാ കേരള പട്ടണ പ്രദേശങ്ങളിൽ നിന്നും തലയുടെ കൈവഴികളായി ഒഴുകിയ തീരത്ത് സംബന്ധിക്കുമ്പോൾ നമുക്കിത് അഭിമാനത്തിൽ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിന്റെ ആദ്യ ദിനം രചനാ മത്സരങ്ങൾ നടന്നു. 4 ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവത്തിൽ ജില്ലയിലെ കൗമാര പ്രതിഭകൾ മാറ്റുരയ്ക്കും. മുതലക്കോടം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളാണ് പ്രധാന വേദി. ജില്ലയിലെ കൗമാര പ്രതിഭകളെ തേടി റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം. മുതലക്കോടം സെന്റ് ജോർജ് HSS, സെന്റ് ജോർജ് UPS, SH ഗേൾസ് HS എന്നിവിടങ്ങളിലായി ഒരുക്കിയിരിക്കുന്ന 8 വേദികളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സെന്റ് ജോർജ് HSS ആണ് കലോത്സവത്തിന്റെ പ്രധാന വേദി. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങളിലായി 300-ലധികം ഇനങ്ങളിൽ 1700-ൽ പരം കുട്ടികൾ മാറ്റുരയ്ക്കും. തമിഴ്, അറബിക്, സംസ്കൃതം എന്നിവയിൽ പ്രത്യേക മത്സരങ്ങളും ഉണ്ടായിരിക്കും. SH ഗേൾസ് ഹൈസ്കൂളിൽ ഇന്ന് രചനാ മത്സരങ്ങൾ നടന്നു. ചിത്രരചന, ജലഛായം, ഓയിൽ പെയിന്റിംഗ്, എണ്ണച്ചായം, പെൻസിൽ ഡ്രോയിംഗ് എന്നിവയ്ക്കൊപ്പം സംസ്കൃതം, ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, ഉറുദു ഭാഷകളിലെ രചനാ മത്സരങ്ങളും നടന്നു. പൈപ്പിൻ ചൂടിലെ സല്ലാപം, കാത്തിരിപ്പ്, കർഷക കുടുംബം, മദ്യം, വിഷമാനുണ്ണി എന്നീ വിഷയങ്ങളാണ് ചിത്രരചനാ മത്സരങ്ങൾക്ക് നൽകിയത്. രചനാ മത്സരങ്ങളിലുണ്ടായ മത്സരാർത്ഥികളുടെ തിരക്ക് വരും ദിവസങ്ങളിൽ വർദ്ധിക്കും. സ്റ്റേജ് മത്സരങ്ങൾ 6, 7, 8 തീയതികളിൽ നടക്കും. കൗമാരം വിസ്മയം തീർക്കുന്ന നിമിഷങ്ങൾക്കായി കാത്തിരിക്കുകയാണ് കലാസ്വാദകർ. VBC ന്യൂസ് തൊടുപുഴ. കൃഷിവകുപ്പും ഇൻഷുറൻസ് കമ്പനിയും ചേർന്ന് നെൽകർഷകരെ കബളിപ്പിച്ചതായി ആക്ഷേപം. കോടിക്കുളം ഗ്രാമപഞ്ചായത്തിലെ ധനശ്രീ സ്വയം സഹായ സംഘമാണ് തവിക്കൽ പാടശേഖരത്തിൽ കൃഷിയിറക്കി അബദ്ധത്തിൽപ്പെട്ടിരിക്കുന്നത്.
1994 അന്നത്തെ കൃഷി വകുപ്പ് മന്ത്രിയായിരുന്ന PP ജോർജിന്റെ നേതൃത്വത്തിൽ 1000 രൂപ വീതം സർക്കാരിലേക്ക് അടച്ച സംസ്ഥാനത്തെ 1 ലക്ഷം യുവ കർഷകരിൽപ്പെട്ടവരാണ് ഈ ധനശ്രീ സ്വയം സഹായ സംഘങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. പഞ്ചായത്തും കൃഷി വകുപ്പും നൽകിയ മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ചായിരുന്നു നെൽകൃഷി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്വന്തം വാർഡാണിത്. കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ നെൽകൃഷി നടത്തുന്ന 4 ഏക്കർ സ്ഥലത്തെ വിളകളുടെ പരിരക്ഷയ്ക്കായി വിള ഇൻഷുറൻസും ഏർപ്പാടാക്കി. നെൽകൃഷിക്ക് എന്തെങ്കിലും തരത്തിൽ നാശനഷ്ടമുണ്ടായാൽ തക്ക പ്രതിഫലം ഇൻഷുറൻസ് കമ്പനി നൽകുമെന്ന് ഉറപ്പായതിനാൽ കൃഷിയിൽ അതീവ ശ്രദ്ധ ചെലുത്തുന്നതിൽ അംഗങ്ങൾ തമ്മിൽ മത്സരമായിരുന്നു. എന്നാൽ കാലം തെറ്റി പെയ്ത കനത്ത മഴയിലും കാറ്റിലും പെട്ട് കൊയ്യാറായ നെൽച്ചെടികൾ വെള്ളത്തിലായി. നെൽക്കതിരുകൾ ദിവസങ്ങളോളം മഴവെള്ളം മൂടിയ പാടത്തിൽ പുതഞ്ഞു കിടന്നു. വൈക്കോലും നെല്ലും ചീനി നശിച്ച കാര്യം അധികൃതരെ അറിയിച്ചു. ഇൻഷുറൻസ് കമ്പനിയാകട്ടെ കൃഷി പൂർണ്ണമായി നശിക്കാത്തതിനാൽ ഇൻഷുറൻസ് പരിരക്ഷ ഒന്നും കിട്ടില്ലെന്ന് കർഷകരെ ഫോണിൽ കൂടി അറിയിച്ചു. നെൽകൃഷിക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കി കൊടുക്കുന്നതിൽ മത്സരിച്ച കൃഷി ഉദ്യോഗസ്ഥരും ഈ പാടശേഖരത്തിലേക്ക് ഇനിയും തിരിഞ്ഞു നോക്കിയിട്ടില്ലത്രേ. 1 ലക്ഷം യുവജന സംഘടനയിൽപ്പെട്ട 16 പേര് ചേർന്ന് ഈ സ്ഥലം പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യണതാണ്. അപ്പോൾ കൃഷി ഓഫീസർ അവർ ഇവിടെ വന്ന് കൃഷി ചെയ്യാനുള്ള എല്ലാ സഹായങ്ങളും സൗകര്യമൊക്കെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൃഷി തുടങ്ങി. അതിപ്പോൾ ഒരു 10 ദിവസം മുമ്പുള്ള കാറ്റിലും മഴയിലും നെല്ലെല്ലാം വീണുപോയി. നമ്മൾ ഇൻഷുർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇൻഷുർ ചെയ്ത കാര്യം അവിടെ കൃഷി ഓഫീസിൽ ചെയ്തിട്ടുണ്ട്. കൃഷി ഓഫീസിൽ ചെന്ന് പറഞ്ഞ 100% നഷ്ടം വന്നെങ്കിൽ മാത്രമേ നഷ്ടപരിഹാരം തരാൻ പറ്റുള്ളൂ, അല്ലാണ്ട് നഷ്ടപരിഹാരത്തിന് മാർഗ്ഗമില്ല എന്നും പറഞ്ഞ് അവർ പറയുന്നത്. അവർ വന്ന് നോക്കാൻ വരാമെന്ന് പറഞ്ഞിട്ട് അവർ ആരും നോക്കാൻ വരെ വന്നിട്ടില്ല. നെല്ല് ഇങ്ങനെ വെള്ളത്തിനകത്ത് കിടക്കുവാണ്. ഈ കാറ്റും മഴയത്തും പോയതുകൊണ്ട് ഞങ്ങൾക്ക് വൈക്കോലും കിട്ടുകയില്ല. വൈക്കോലിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് ഓർത്തു, അതും കിട്ടുകയില്ല. നെല്ലിൽ നിന്നും കിട്ടുകയില്ല. ആ നെല്ല് മുഴുവൻ ചീഞ്ഞ് വൈക്കോലിൽ നിന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ആകെപ്പാടെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. വൈക്കോലും പകുതി മുക്കാലും തന്നെ വെള്ളത്തിനിടയിൽ നിന്ന് ചീഞ്ഞു പോവാണ്. പിന്നെ നെല്ലും അതുപോലെ തന്നെ. അപ്പോൾ ഇതിന്ന് വൈക്കോലിൽ നിന്ന് എന്തെങ്കിലും ലാഭം കിട്ടുമെന്ന് ഓർത്തുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. അതിപ്പോൾ അതും കൂടെ ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പം മൊത്തത്തിൽ ഞങ്ങൾ ഈ കൃഷി നഷ്ടത്തിലാണ്. സർക്കാരിൻ്റെ നെൽകൃഷി വികസനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ഈ 1 ലക്ഷം യുവാക്കൾ ഈ കൃഷിയുമായി മുന്നോട്ടിറങ്ങാൻ ഉണ്ടായ സാഹചര്യം. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ കണ്ടത്തിൻ്റെ എല്ലാവിധ കൃഷികളും കഴിയുകയും കാലം തെറ്റി വന്ന ഈ പ്രതിക്ഷോഭത്തിൻ്റെ ഈ ഇതുകൊണ്ട് ഞങ്ങളുടെ ഇതിന് വമ്പിച്ച ഒരു നാശനഷ്ടം ഉണ്ടാവുകയും ആ നാശനഷ്ടത്തെക്കുറിച്ച് ഞങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുകയും അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് വേണ്ടപ്പെട്ട രീതിയിലൊരു ക്രിയാത്മകമായ പ്രതികരണം നമുക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. 1 ലക്ഷം രൂപ കടമെടുത്തായിരുന്നു 4 ഏക്കർ സ്ഥലത്ത് കൃഷി ഇറക്കിയത്. കൂടാതെ അനവധി കാണച്ചെലവുകളും വേറെയും. നെൽകൃഷിയെയും കർഷകരെയും സംരക്ഷിക്കുന്നതിൽ അഭിമാനിക്കുന്ന സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്താണിതെന്ന് മറ്റു കർഷകരും അറിഞ്ഞിരിക്കുക. VBC ന്യൂസ്, തൊടുപുഴ. കാരിക്കോട് അണ്ണാമലനാഥർ മഹാദേവ ക്ഷേത്രത്തിൽ ശിവപുരാണ ഏകാദശാഹി യജ്ഞത്തിന് തിരിതെളിഞ്ഞു. വൈകിട്ട് നടന്ന ആചാര്യ വരണത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. 15 വരെയാണ് യജ്ഞം നടക്കുന്നത്. ആലത്തൂർ സിദ്ധാശ്രമ മഠാധിപതി ശിവാനന്ദ സ്വാമികളാണ് യജ്ഞാചാര്യൻ. മോഹനവാര്യർ, പരമേശ്വരൻ നമ്പൂതിരി എന്നിവരും യജ്ഞത്തിൽ പങ്കെടുത്തു. മഹാദേവൻ, പാർവതി, ഗണപതി, സുബ്രഹ്മണ്യൻ എന്നിവർ ഒരേ പീഠത്തിലിരിക്കുന്ന ഭാരതത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് ഇത്. കേരളത്തിൽ ശിവപുരാണ ഏകാദശാഹി യജ്ഞം നടക്കുന്ന 2ാമത്തെ ക്ഷേത്രമാണ് കാരിക്കോട് അണ്ണാമലനാഥർ ക്ഷേത്രം. ശിവപുരാണത്തിന്റെ മഹാത്മ്യം എന്താണ് എന്നുള്ളത് കീർത്തിക്കുക ശിഷ്ടാചാരമാണ്. ശിഷ്ടന്മാരായ ആൾക്കാർ അത് ആചരിച്ചു പോരുന്നു. എന്തിനാണ് മഹാത്മ്യം കീർത്തിക്കുന്നത് എന്നാണെങ്കിൽ വിവേകശാലികളായിരിക്കുന്ന ആൾക്കാർ ഒന്നിൻ്റെ മഹത്വം അറിഞ്ഞാണ് അതിൽ പ്രവർത്തിക്കുക. അപ്പോൾ അവിവേകികളായിരിക്കുന്ന ആൾക്കാർ എല്ലാവരും എന്തെങ്കിലും ചെയ്യുന്നു, അതിൻ്റെ പേരിൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ആരെയെങ്കിലും ഭയം ചെയ്യുന്നു, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒക്കെ വിചാരിച്ച് ചിലരോടുള്ള പ്രിയം കൊണ്ട് ചെയ്യുന്നു, ചിലരോടുള്ള അപ്രിയം കൊണ്ട് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണ്. മഹാത്മ്യവും മറ്റു കാര്യവും ഇതിൻ്റെ ഇത് നോക്കിയല്ല ആൾക്കാർ പ്രവർത്തിക്കുന്നത്. എന്നാൽ വിവേകശാലികളായിരിക്കുന്ന ആൾക്കാർ ഒന്നിൻ്റെ പ്രയോജനം എന്താണ് എന്നറിഞ്ഞാണ് പ്രവർത്തിക്കുക. അപ്പോൾ ശിവപുരാണത്തിൻ്റെ മഹത്വം സ്കന്ദപുരാണത്തിൽ കീർത്തിച്ചിട്ടുണ്ട്. അതേപോലെ മറ്റ് പല പുരാണങ്ങളിലും ആനുഷംഗികമായിട്ടൊക്കെ പുരാണങ്ങളുടെ മഹത്വം കീർത്തിക്കും. ഈ പുരാണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദത്തിലെ 2 കാര്യങ്ങളാണ് പ്രതിപാദിക്കുന്നത്. ഗാന്ധിജി സ്റ്റഡി സെന്റർ കാർഷിക മേളയോടനുബന്ധിച്ച് നടത്തിയ വടംവലി മത്സരം ആവേശമായി. വനിതകളുടെ വടംവലി മത്സരത്തിൽ 430 കിലോ വിഭാഗത്തിൽ തൊടുപുഴ ഡീപോൾ ഹയർ സെക്കൻഡറി സ്കൂൾ ജേതാക്കളായി.
കാർഷിക മേളയോടനുബന്ധിച്ച് നടത്തിയ വനിതാ വിഭാഗം വടംവലി മത്സരത്തിൽ കോടിക്കുളം കുടുംബശ്രീ ടീം, കരിമണ്ണൂർ വിക്ടോറിയ കരാട്ടെ സ്കൂൾ എന്നിവർ 2ഉം 3ഉം സ്ഥാനങ്ങൾ നേടി. വനിതകളുടെ 9 ടീമുകൾ മത്സരത്തിൽ പങ്കെടുത്തു. പുരുഷന്മാരുടെ വടംവലി മത്സരത്തിൽ ഗുരുനഗർ ടീം തൊടുപുഴ ഒന്നാമതായി. ഇളന്തേശം കുട്ടൂസ്, കാഞ്ഞാർ ടീം, കൊടിക്കുത്തി, കരിക്കുന്നം എന്നീ ടീമുകൾ യഥാക്രമം 2ഉം 3ഉം 4ഉം സ്ഥാനങ്ങൾ നേടി. പുരുഷന്മാരുടെ വിഭാഗത്തിൽ 13 ടീമാണ് മത്സരത്തിന് ഉണ്ടായിരുന്നത്. സീനിയർ വിഭാഗത്തിൽ ആഹാനിലൂർ 1ാം സ്ഥാനവും മുട്ടം ടീം 2ാം സ്ഥാനവും നേടി. വിജയികൾക്ക് മന്ത്രി PJ ജോസഫ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഡിവൈഎസ്പി സാബു മാത്യു മത്സരം ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ഫാദർ ജോസ് മോനിപ്പിടൽ, അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, ബിരോയ് മാത്യു, ഫിലിപ്പ് ചെരിയിൽ, ജോസ് മഠത്തിൽ, റോളി സെബാസ്റ്റ്യൻ, ജെയിംസ് മാളിയക്കൽ, ജോൺ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലാ ചാമ്പ്യൻഷിപ്പ്, സ്കൂൾ ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളിൽ പങ്കെടുത്ത് വാർത്തകൾ തുടരുന്നു. കർഷകരും നാട്ടുകാരൊന്നാകിയും നെഞ്ചേറ്റിയ തൊടുപുഴ കാർഷിക മേളയ്ക്ക് സമാപനം. കർഷകരടക്കമുള്ള സദസ്സിനെ സാക്ഷിയാക്കി പ്രശസ്ത ചലച്ചിത്ര താരം ശ്രീനിവാസൻ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കുറേ വർഷക്കാലം സിനിമയിൽ വന്നതിന് ശേഷം അഭിനയിച്ചു, കുറച്ച് തിരക്കഥകൾ എഴുതി, 1-2 സിനിമകൾ സംവിധാനം ചെയ്തു. അങ്ങനെ 15 വർഷങ്ങൾ കടന്നു പോയതിന് ശേഷം ആദ്യമായി അപ്രതീക്ഷിതമായി ഒരു സിനിമ നിർമ്മിക്കാൻ ഒരു തോന്നലുണ്ടായി. തോന്നലല്ല, ഒരു സാഹചര്യമുണ്ടായി. അത് പറഞ്ഞു കഴിഞ്ഞൊരു 1.5 വർഷത്തിന് ശേഷം ഒരു കഥ രൂപപ്പെടുത്തി മുകേഷിനോട് ഞാൻ പറഞ്ഞു, അവരോട് വരാൻ പറയൂ, അവർക്ക് വേണ്ടി ഞാനൊരു കഥ ആലോചിച്ചിട്ടുണ്ട്. അങ്ങനെ മുകേഷ് അവരെ അന്വേഷിച്ചപ്പോൾ അവരുടെ കയ്യിൽ അപ്പോൾ മുടക്കാൻ തൽക്കാലം പൈസ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ മുകേഷ് പറഞ്ഞു, ഈ കഥ വേറൊരു നിർമ്മാതാവ് പണം മുടക്കി എടുക്കേണ്ട ആവശ്യമില്ല, ഇതിന് ചെറിയ പണം മാത്രം നമ്മൾ മുടക്കുകയാണെങ്കിൽ നമുക്ക് 2 പേർക്കും തന്നെ ഒന്ന് നിർമ്മിച്ചാൽ എന്താ? കാരണം ആ കഥയുടെ സ്വഭാവം മനസ്സിലായപ്പോഴും അതിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ മനസ്സിലായപ്പോൾ മുകേഷിലെ ഒരു കച്ചവടക്കാരൻ ഉണർന്നതായിരിക്കണം. 10 സെന്റ് സ്ഥലത്ത് കുടുംബകൃഷി വിജയകരമായി പരീക്ഷിച്ച വയനാട് കണിയാമ്പറ്റ മില്ലുമുക്ക് പണിപ്പുരയിൽ സാബിർ റഹീം ദമ്പതിമാരും സമ്മിശ്ര കൃഷിയിലൂടെ പൊന്നുവിളയിച്ച ഇടുക്കി പെരിഞ്ചൻകുട്ടി കുഞ്ചിറക്കാട്ട് മാത്യു ആനീസ് ദമ്പതിമാരുമാണ് ഗാന്ധിജി സ്റ്റഡി സെന്ററിന്റെ കർഷക തിലക് അവാർഡ് പങ്കുവച്ചത്. 1.5 ലക്ഷം രൂപ വീതമാണ് ഇവർക്ക് സമ്മാനമായി ലഭിച്ചത്. ആകെയുള്ള 10 സെന്റ് സ്ഥലത്ത് 6 കറവ പശുക്കളെ വളർത്തി പാൽ, നെയ്യ്, തൈര്, പനീർ തുടങ്ങിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി വിപണനം ചെയ്ത് പ്രതിദിനം 1500 രൂപയിലധികം വരുമാനമുണ്ടാക്കുന്ന നെടുങ്കണ്ടം കല്ലർ മുറിപ്പേൽ പറമ്പിൽ സൂസമ്മ ബേബിയുടെ കുടുംബത്തിനാണ് 1 ലക്ഷം രൂപയുടെ ക്ഷീര കർഷക അവാർഡ് ലഭിച്ചത്. നടൻ ശ്രീനിവാസൻ പുരസ്കാരങ്ങൾ സമ്മാനിച്ചു. വിള പ്രദർശനത്തിൽ ഏറ്റവും കൂടുതൽ വിളകൾ പ്രദർശിപ്പിച്ച പാലക്കാട് മണ്ണാർക്കാട് KV മാണിക്ക് പ്രത്യേക പുരസ്കാരം നൽകി. വിള പ്രദർശനത്തിലെ വിജയികൾക്കും വിവിധ മത്സരങ്ങളിലെ ജേതാക്കൾക്കും സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ഗവൺമെന്റ് ചീഫ് വിപ്പ് PC ജോർജ് അധ്യക്ഷത വഹിച്ചു. സ്റ്റഡി സെന്റർ ചെയർമാൻ PJ ജോസഫ്, കക്ഷി നേതാക്കളായ അഡ്വക്കേറ്റ് S അശോകൻ, അലക്സ് കോഴിമല, TR സോമൻ, PP ജോയി, KS അജി, K ഗോപിനാഥൻ നായർ, സുരേഷ് ബാബു, ബിജു കൃഷ്ണൻ, ഫാദർ ഫ്രാൻസിസ് കണ്ണാടൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് മാരിയിൽ കൃഷ്ണൻ നായർ തുടങ്ങിയവർ പ്രസംഗിച്ചു. കർഷക കടാശ്വാസ കമ്മീഷൻ അംഗം പ്രൊഫസർ MJ ജേക്കബ് സ്വാഗതവും ഗാന്ധിജി സ്റ്റഡി സെന്റർ സെക്രട്ടറി മത്തച്ചൻ പുരക്കൽ നന്ദിയും പറഞ്ഞു. BBC ന്യൂസ് തൊടുപുഴ. നിർധന രോഗികൾക്ക് ചികിത്സാ തുക വിതരണം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇളന്തേശം യുവവേദി കലാ കായിക സാംസ്കാരിക കേന്ദ്രം നേതൃത്വത്തിൽ വടംവലി മത്സരം സംഘടിപ്പിച്ചു. കാഞ്ഞാർ ജനമൈത്രി പോലീസ് സബ് ഇൻസ്പെക്ടർ TR രാജൻ മത്സരം ഉദ്ഘാടനം ചെയ്തു. കാരണം 2015 നമ്മൾ കടക്കുമ്പോൾ 2014 അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ കേരളത്തിൽ നിലനിന്നിരുന്നിട്ടുള്ള ആ ഒരു ഒഴുക്ക്, ഞാൻ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക സ്രോതസ്സിന്റെ ഒഴുക്കാണ്. അത് 2014 വളരെ ശോചനീയമായ ഒരു അവസ്ഥയിലേക്ക് പോയി. നമ്മളിവിടെ ഉത്പാദിപ്പിക്കുന്ന കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല. കേരളത്തിന്റെ ഏറ്റവും വലിയ സമ്പദ്ഘടന നിയന്ത്രിക്കുന്ന റബ്ബറിന് വിലയില്ല. നമ്മുടെ നിർമ്മാണ മേഖലകളിൽ പണികൾ മുടങ്ങിക്കിടക്കുന്നു. കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവർ ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് ന്യായമായിട്ടുള്ള വില ലഭിക്കാത്ത സാഹചര്യത്തിൽ അത് പലപ്പോഴും നമ്മളിങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന കച്ചവടക്കാരുടെ അടുത്തേക്ക് ചെന്ന് കഴിയുമ്പോൾ
അവർ പറയുന്നത് സാറേ ഇവിടെ ഒരു സാധനവും വിൽക്കുന്നില്ല, പിന്നെ എങ്ങനെ സാറിനെ സഹായിക്കാൻ പറ്റുമെന്നാണ് എന്നോട് ചോദിച്ചത്. 2015 നമ്മൾ കടക്കുമ്പോൾ എന്റെ മുന്നിലിരിക്കുന്ന യുവതലമുറ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ പകുതി ദിവസമാണ് കഴിഞ്ഞ വർഷം പണിതെങ്കിൽ ഇത്തവണ മുഴുവൻ ദിവസങ്ങളും നമ്മൾ പണിയേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു. നമ്മുടെ എൻജോയ്മെന്റ്സുകളെല്ലാം പണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നടക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പണമില്ലെങ്കിൽ ഈ എൻജോയ്മെന്റ്സുകൾക്കൊന്നും സ്ഥാനമില്ല. ഇത് നടത്തണമെങ്കിൽ വലിയ ഭാരിച്ച തുക വേണം. യുവശക്തി യുവവേദി ഇവിടെ നടത്തുമ്പോൾ ഞാൻ ആ നോട്ടീസിലെ കണക്ക് പ്രകാരം ഏകദേശം ഒരു 2 ലക്ഷം രൂപയുടെ ഏർപ്പാടുകളാണ്. ഈ തുക കൊടുക്കാനായിട്ട് ഞങ്ങളെ സഹായിച്ച സംഘാടകർ നൽകാന മൂന്നാം സമ്മാനവുമായി 3 പൂളിലെ ടീമുകളും മനോജന്റെ മഞ്ഞ ചുമപ്പ് കറുപ്പ് നിറങ്ങളുന്ന ജേഴ്സികൾ വടംവലി മത്സരത്തിന്റെ ഓവർവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മലയാളക്കരയിൽ തൊട്ടുപെട്ടിയിട്ടുള്ള മുത്തം എന്ന നാമധേയം കെട്ടുമെടുത്ത മത്സരമാണ്. വെള്ളിയാമറ്റം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NV വർക്കി നിരപ്പിൽ മുഖ്യ സന്ദേശം നൽകി. ക്ലബ് പ്രസിഡന്റ് റിയാസ് മലപ്പറമ്പിൽ, സെക്രട്ടറി ഷോജി അറഞ്ഞുപുഴയിൽ, PM ജോയി മൈക്കിൾ, ബേബി തോമസ്, മനു മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. വെള്ളിയാമറ്റം പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് EK കബീർ സമ്മാനദാനം നിർവഹിച്ചു. വാർഡ് മെമ്പർ ഷീജ രാജശേഖരൻ ചികിത്സാ തുക വിതരണം ചെയ്തു. ഒന്നാം സമ്മാനമായി 15,002 രൂപയും മുട്ടനാടും ട്രോഫിയുമാണ് വിജയിച്ച ടീമിന് നൽകിയത്.